പുഷ്പ 2-വിൽ അല്ലു അർജുന്റെ സംഘാംഗമായി അഭിനയിച്ചവരിൽ ഒരു കാസർഗോട്ടുകാരനുമുണ്ട്. ചെമ്മനാട് സ്വദേശിയും ബോഡി ബിൽഡറുമായ അല്ലു അനീഷാണ് ആ താരം. ജീവനതുല്യം ആരാധിക്കുന്ന അല്ലു അർജുന്റെ സിനിമയിൽ ചെറുവേഷത്തിൽ എത്തുവാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അനീഷ്. സൂര്യ ചിത്രം കങ്കുവയിലും മറ്റ് കന്നഡ ചിത്രങ്ങളിലും വേഷമിട്ട അനീഷ് ഷോർട്ട് ഫിലിമുകളിലും സജീവമാണ്. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ചലച്ചിത്ര ലോകത്ത് തരംഗമാകുകയും അല്ലു അർജുൻ ആരാധകർ ആഘോഷമാക്കുകയും ചെയ്ത ചിത്രമാണ് പുഷ്പ 2. കാസർഗോട്ടുകാരനായ ഒരാളും ഈ ചിത്രത്തിൽ അല്ലു അർജുൻ്റെ സംഘാംഗമായി അഭിനയിച്ചിരുന്നു എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. ചെറുവേഷമാണെങ്കിലും ചെമ്മനാട് സ്വദേശിയും ബോഡി ബിൽഡറുമായ അല്ലു അനീഷ് മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. യാദൃശ്ചികമായാണ് ഈ സിനിമയിലേക്ക് എത്തിയതെങ്കിലും ജീവനുതുല്യം ആരാധിക്കുന്ന അല്ലു അർജുൻ്റെ സിനിമയിൽ അഭിനയിക്കുവാൻ സാധിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് അല്ലു അനീഷ്. ഹൈദരാബാദിൽ എത്തിയപ്പാട് ആണ് അറിയുന്നത് പുഷ്പ 2 എന്ന ഷൂട്ടിലേക്കാണ് എന്നെ വിളിച്ചതെന്ന്. പക്ഷേ ഞാൻ അവിടെ എത്തി ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 14 ദിവസമായി. പക്ഷേ അല്ലു അർജുനെ കാണാൻ സാധിച്ചില്ല. എനിക്ക് ഭയങ്കര വിഷമത്തോടായിരുന്നു ഞാൻ അവിടെ നിന്ന് വന്നത്. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂറ്റി ഷൂട്ടുണ്ട്, രാമോജി ഫിലിം സിറ്റിയിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി അവിടെ പോയിട്ടാകുമ്പോഴാണ് നമുക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട അല്ലു അർജുനെ കാണുന്നത്. കണ്ടപ്പോൾ തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി. സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല, ഒരു ഫോട്ടോ എടുക്കാനും പോലും പറ്റിയിട്ടില്ല. ആ അവസ്ഥയിൽ സങ്കടത്തോടെയാണ് ഞാൻ വന്നത് ലൊക്കേഷനിൽ. സൂര്യ ചിത്രം കങ്കുവയിലും അനീഷ് ചെറു റോളിൽ എത്തിയിരുന്നു. അല്ലു അർജുൻ ചിത്രത്തിലെയും സൂര്യ ചിത്രത്തിലെയും ഷൂട്ടിംഗ് അനുഭവങ്ങൾ അല്ലു അനീഷിന് മറക്കാൻ പറ്റാത്തതാണ്. കങ്കുവ ഷൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര അനുഭവമാണ്. അതെന്ന് വെച്ചാൽ നമ്മളെ ബോഡി മൊത്തം ഫുള്ള് ഡാമേജ് ആയിട്ടാണ് അവിടെ നിന്ന് വന്നത്. എന്ന് വെച്ചാൽ രാവിലെ മഴയ്ക്ക് നിൽക്കണം, തണുപ്പിന് നിൽക്കണം, വെയിലിന് നിൽക്കണം. ഈ മൂന്ന് നമുക്ക് കൊള്ളണം. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ലൊക്കേഷനിലേക്ക് എത്തണം. 3 മണിക്ക് എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് മേക്കപ്പെല്ലാം ആയിട്ട് ഏകദേശം ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നത്. അതും അങ്ങ് മലയുടെ മുകളിലായിരുന്നു ഷൂട്ട്. ഭയങ്കര കഷ്ടപ്പാടുണ്ടായിന് ആ ഷൂട്ടിന്. അനീഷിൻ്റെ സിനിമാ മോഹങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ മികച്ച പിന്തുണയുമായി ഭാര്യ അജിത കുഞ്ചിരിക്കാനം ഒപ്പമുണ്ട്. കല്യാണത്തിന് മുമ്പ് തന്നെ അല്ലു അർജുനെ കുറിച്ച് എപ്പോഴും പറയായിരുന്നു, തോരാതെ പറയും. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ആഗ്രഹം അല്ലു അർജുൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കണം എന്നായിരുന്നു, എപ്പോഴും പറയും. അപ്പോൾ ഈ പുഷ്പ 2-ൽ ഓഡിഷനിൽ കിട്ടിയത് അറിയില്ലായിരുന്നു. പിന്നീട് പോയിട്ട് അവിടെ നിന്നാണ് ആ ഒരു ചാൻസ് കിട്ടിയതും അല്ലു അർജുനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയതും. അല്ലു അർജുനെ പോലൊരു വ്യക്തിയോടൊപ്പം അഭിനയിച്ചു എന്ന് പറയുന്നതും ആ വ്യക്തിയെ ആദരിക്കുന്നു എന്ന് പറയുന്നതും വലിയ അഭിമാനമായി തന്നെ കരുതുന്നു. അവരോടൊപ്പം അഭിനയിക്കാൻ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇനി മുമ്പോട്ടും ഇതുപോലെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ ആദ്യമൊക്കെ പറഞ്ഞ സമയത്ത് ഒരു താല്പര്യം തോന്നിയില്ല. പിന്നീട് ആ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞപ്പോഴും ഫിലിം കണ്ടപ്പോഴൊക്കെ ഞാനും അതുപോലെ ആദരിക്കാൻ തുടങ്ങി. അതുപോലെ ഞങ്ങളുടെ മോന് ഇപ്പോൾ 4 വയസ്സുണ്ട്. മോനും അർജുൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ പേരിടാൻ കാരണം അല്ലു അർജുൻ തന്നെയാണ്. അവർക്ക് കൊടുക്കുന്ന സ്നേഹം അത് മോനിലൂടെ ആ പേരിട്ടു. കോൺക്രീറ്റ് ജോലി ചെയ്തു വരുന്ന അനീഷ് തൻ്റെ കഠിനാധ്വാനത്തിലൂടെയാണ് വെള്ളിത്തിരയിലെ കാസർഗോഡൻ സാന്നിധ്യമാകുന്നത്. കന്നഡ ചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമെല്ലാം വില്ലൻ റോളുകളിൽ ഉൾപ്പെടെ എത്തിയ അനീഷിന് സിനിമാരംഗത്ത് കൂടുതൽ മികച്ച വേഷങ്ങളിൽ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. പുഷ്പ 2, കങ്കുവ എന്നീ തെന്നിന്ത്യൻ സിനിമകളിൽ അല്ലു അനീഷ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വരുംകാലത്ത് ബിഗ് സ്ക്രീനിലെ കാസർഗോട്ടെ കരുത്തുറ്റ വില്ലനായി അല്ലു അനീഷ് മാറിയാലും അത്ഭുതപ്പെടാനില്ല. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.